ഒരു ദിവസം നിങ്ങളുടെ വളരെ ഒത്തന്റിക് ആയിട്ടുള്ള ഫീലിംഗ് ചിലപ്പോൾ ദേഷ്യമായിരിക്കും. കാരണം രാവിലെ ഭാര്യയോടോ ഭർത്താവിനോ അടിയിട്ടിട്ടായിരിക്കും നിങ്ങൾ ഓഫീസിലേക്ക് എത്തിയത്. ആസ് എ ലീഡർ അല്ലെങ്കിൽ ആസ് എൻ എംപ്ലോയി. നിങ്ങളൊരു ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് ഇന്ന് ഡയറിയ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ അതിനെക്കുറിച്ച് അറിയേണ്ടതില്ല. ഇത് സേഫ് ഗോഡിൻ എവിടെയോ പറഞ്ഞ് ഞാൻ കേട്ടതാണെന്നാണ് എൻ്റെ ഓർമ്മ. പറഞ്ഞു വരുന്നത് ഒത്തന്റിസിറ്റിയെ കുറിച്ചാണ്. ഒത്തന്റിസിറ്റി വാല്യൂ ആയിട്ടുള്ള ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആളുകൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഒത്തന്റിസിറ്റി അതിരുകളില്ലാത്തതല്ല. ഒത്തന്റിസിറ്റിയേക്കാൾ താണ ഒരവസ്ഥ, അതിനേക്കാൾ കുറഞ്ഞ ഒരവസ്ഥ പോസിബിൾ ആണ്. അത് നമ്മളെപ്പോഴും ഇമോഷൻസ് ഫേക്ക് ചെയ്യുന്ന അവസ്ഥയാണ്. ആളുകളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി, ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഫേക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ പോസിബിൾ ആണ്. നോട്ട് ബീങ് ലെസ് ദാൻ ഒത്തന്റിക്, ഒത്തന്റിസിറ്റിയേക്കാൾ താണ അവസ്ഥയല്ല, ഒത്തന്റിസിറ്റിയേക്കാൾ ബെറ്റർ ആയിട്ടുള്ള അവസ്ഥ, ഓർ മോർ ദാൻ ബീങ് ഒത്തന്റിക്. ആൻഡ് ദാറ്റ് ഇസ് അബൌട്ട് ബീങ് അവെയർ. നമ്മളുടെ കസ്റ്റമർ ചിലത് അർഹിക്കുന്നു. ഒരു എംപ്ലോയിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സ് ചിലത് അർഹിക്കുന്നുണ്ട് എന്നുള്ള അവയർനെസ് ഉണ്ടാവുക. ലീഡറുടെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ എംപ്ലോയീസ്, എൻ്റെ സ്റ്റാഫ്, എൻ്റെ ടീം ചിലത് അർഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവാം. ഒരു ദിവസം നിങ്ങളുടെ വളരെ ഒത്തന്റിക് ആയിട്ടുള്ള ഫീലിംഗ് ചിലപ്പോൾ ദേഷ്യമായിരിക്കും. കാരണം രാവിലെ ഭാര്യയോടോ ഭർത്താവിനോ അടിയിട്ടിട്ടായിരിക്കും നിങ്ങൾ ഓഫീസിലേക്ക് എത്തിയത്. ആസ് എ ലീഡർ അല്ലെങ്കിൽ ആസ് എൻ എംപ്ലോയി. അതേ സമയത്ത് തന്നെ എംപ്ലോയി ആണെങ്കിൽ കസ്റ്റമേഴ്സ് ചിലത് അർഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയും, ലീഡർ ആണെങ്കിൽ ടീം ചിലത് അറിയിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ഒരു ഡാൻസറെ പോലെ, ഒരു ഡാൻസർ ഇംപ്രവൈസ് ചെയ്യുന്നത് പോലെ ഇമോഷൻസിലൂടെ ഇന്ററാക്ഷൻസിൽ നമ്മൾ നടത്തുന്ന ഒരു വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ട്. അത് ഒതന്റിസിറ്റിയേക്കാൾ താണ ഒരവസ്ഥയല്ല. ദാറ്റ് ഇസ് ബെറ്റർ ദാൻ ബീങ് ഒതന്റിക്.